ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 13 മുതൽ ഓണത്തിന്റെ വെക്കേഷനും ആരംഭിക്കും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഓണപരീക്ഷ ഉണ്ടായിരിക്കുമോ? 2022 ശേഷം കോവിഡ് അനന്തരം എല്ലാ വർഷവും ഓണപരീക്ഷ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെൻട്രലൈസ്ഡ് ആയ രീതിയിൽ കേരളത്തിൽ മൊത്തത്തിൽ കേന്ദ്രീകൃതമായി ഒരൊറ്റ ഓണപരീക്ഷ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഈ വർഷത്തെ അഡ്മിഷനും അലോട്ട്മെന്റും ഒക്കെ ജൂൺ മാസത്തിൽ തന്നെ ഏകദേശം നമ്മൾ ആരംഭിക്കുകയും ജൂലൈ മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിച്ച് ഇപ്പോൾ 2 മാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്കൂളുകളിലും 2, 3, 4, 5 ചാപ്റ്ററുകളെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഓണപരീക്ഷ ഉണ്ടാകുമോ? ഒരുപാട് ചോദ്യങ്ങൾ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വർഷം ഉറപ്പായിട്ടും കേന്ദ്രീകൃതമായ രീതിയിൽ ഓണപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു പക്ഷേ ഈ വർഷം ഓണപരീക്ഷ ഉണ്ടാകുമെന്ന് വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഓണപരീക്ഷയാകുമ്പോൾ നമ്മുടെ ഏകദേശം 40% പോർഷൻസ് കംപ്ലീറ്റ് ആവുകയും ഫൈനൽ ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു 90%-ലധികം പോർഷൻ കംപ്ലീറ്റ് ആവുകയും ഫൈനൽ എക്സാമിന് പിന്നെ ആ ബാക്കിയുള്ളത് പഠിക്കുകയും ബാക്കി റിവിഷന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മളെ ചതിച്ചു. ആരാണ്? കാലവർഷം നമ്മളെ നല്ല രീതിയിൽ ചതിക്കുകയുണ്ടായി. നല്ല രീതിയിൽ മുന്നോട്ട് പോയ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങുകയും അത് പരമാവധി നല്ല രീതിയിൽ പൂർത്തിയാക്കാനും അധിക ബാച്ചുകളും അഡീഷണൽ ബാച്ചുകളും അനുവദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുവാനും നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വില്ലൻ വന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് വലിയ രീതിയിൽ മഴക്കെടുതിയും പ്രളയവും കാരണം നമ്മുടെ ഒരുപാട് ദിവസങ്ങളിൽ ഏകദേശം 10ഓളം ദിവസങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ലീവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ മലബാർ ഏരിയകളിലൊക്കെ ഒട്ടനവധി ദിവസങ്ങളിൽ തുടർച്ചയായി തന്നെ നമുക്ക് ലീവുകൾ വന്നത് കാരണം എങ്ങനെയാണാവോ പഠനം മുന്നോട്ട് പോകേണ്ടിയിരുന്നത് ആ ഒരു ഷെഡ്യൂളിൽ, ആ ഒരു ഓർഡർ, ആ ഒരു ക്രമത്തിൽ എന്ത് ചെയ്തിട്ടില്ല? പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് എത്രയോ പിറകിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എന്തായിരിക്കില്ല? ഉറപ്പായിട്ടും ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ ഓണപരീക്ഷ ഉണ്ടാവുകയില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓണപരീക്ഷ എന്തായാലും ഉണ്ടാകും. എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഒരു കേന്ദ്രീകൃതമായ രീതിയിലല്ല. നിങ്ങളൊരു സ്കൂളുകളിൽ ക്ലാസ് ടെസ്റ്റ് നടന്നതുപോലെ ഓരോരോ സ്കൂളുകളിൽ ഇപ്പം ഓരോ സംസ്ഥാനത്തിലും ഡയറക്ടറേറ്റ് എന്ത് ചെയ്യും? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൊടുക്കും. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചുകൊണ്ട് വിവിധ സ്കൂളുകളിൽ അവർക്ക് ഇഷ്ടാനുസരണം ടൈം ടേബിളുകൾ ക്രമീകരിച്ചുകൊണ്ട് അതത് സ്കൂളുകളിൽ അതത് രീതിയിൽ അവർക്ക് എങ്ങനെയാണോ നടക്കുന്നത്, അവരുടെ പോർഷൻ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് എത്രയാണ് അവിടുത്തെ പോർഷൻ ഉള്ളത് ആ പോർഷൻ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് എന്തായിരിക്കും നമുക്ക് ഓണപരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. അതൊരു പക്ഷേ 95% വിദ്യാലയങ്ങളിലും അത് നടക്കും. ഒരു പക്ഷേ ഈ പ്രളയം കാരണം തീരെയും ക്ലാസ്സുകൾ മുന്നോട്ട് പോകാത്ത സ്കൂളുകളിൽ മാത്രം ഒരു പക്ഷേ ഓണപരീക്ഷ ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കാം നടക്കാൻ സാധ്യതയുള്ളത്. 2022 അത്തരത്തിൽ ഒരു രീതിയിൽ ഓണപരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷേ ജനറലി പരമാവധി വിദ്യാലയങ്ങളിലും ഉറപ്പായിട്ടും ഓണം വെക്കേഷന് മുന്നേ തന്നെ അതത് ക്ലാസ്സുകളിൽ അതത് ക്ലാസ് ടെസ്റ്റ് പോലെ അതത് വിദ്യാലയങ്ങൾക്കനുസരിച്ച് അവിടുത്തെ പോർഷനുകൾക്കനുസരിച്ച് ഓണപരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ വരുന്ന അവധി ദിനങ്ങൾ ഓഗസ്റ്റ് 15 ആവട്ടെ, ശനി, ഞായർ തുടങ്ങിയ ദിവസങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുവാൻ വേണ്ടി എഡ്യൂപോർട്ടിന്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം, അഥവാ ഏകദേശം എല്ലാ സ്കൂളുകളിലും ഒരു ഏവറേജ് ഉണ്ടാവുമല്ലോ, തുടങ്ങി ഏകദേശം 4 ചാപ്റ്റർ ഉണ്ടാകും, 5 ചാപ്റ്റർ. സോ നിങ്ങൾക്ക് ഏകദേശം എത്ര ചാപ്റ്റർ ആണോ തീരേണ്ടത്, അഥവാ നമ്മുടെ സ്കീം അനുസരിച്ച് എത്ര ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ മാസം തുടക്കത്തിലേക്ക് അവസാനിക്കേണ്ടത് അല്ലെങ്കിൽ കംപ്ലീറ്റ് പൂർത്തിയാവേണ്ടത്, അത്തരം ചാപ്റ്റേഴ്സുകൾ അഥവാ ഓരോ സബ്ജക്റ്റിലെയും ഇത്തരം ചാപ്റ്റേഴ്സ് ഈ ഒരു ഓണം പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ള രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ടീം എഡ്യൂപോർട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച കൃത്യം 7 മണിക്ക്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വരുന്ന സ്റ്റഡി പ്ലാനിലേക്ക് എല്ലാവരെയും നിങ്ങൾ കൂട്ടിയെത്തണം. അത് നിങ്ങൾക്ക് ഞങ്ങൾ എഡ്യൂപോർട്ട് നൽകുന്ന വാക്കാണ്. ഞങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു നൽകേണ്ട വാക്ക് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും നിങ്ങൾ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ്. സോ അതുവരെ നമുക്ക് കാണാം ചൊവ്വാഴ്ച കൃത്യം 7 മണിക്ക്.